ക്രിസ്മസ് രാവിനെ വരവേൽക്കാൻ നാം ഒരുങ്ങുകയാണല്ലോ. ക്രിസ്മസ് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ആഘോഷങ്ങളുടെ ഒരു വർണ്ണപ്പൊലിമയാണ്. നക്ഷത്രങ്ങൾ, പുൽക്കൂട്, ക്രിസ്മസ് കാരോൾ, ക്രിസ്മസ് കേക്ക്, അങ്ങനെ ഒരു ആഘോഷമേള. ക്രിസ്ത്യാനി എന്ന നിലയിൽ ദൈവത്തിൻ്റെ ഈ വരവ് നാം ആഘോഷിക്കുക തന്നെ വേണം. പക്ഷേ ഈ ആഘോഷങ്ങൾക്കിടയിൽ നിറം മങ്ങിപ്പോകുന്ന, എന്നാൽ ഏറ്റവും നിറം പകരേണ്ട ഒന്നാണ് പ്രാർത്ഥന. ആഘോഷങ്ങൾ വേണ്ട എന്നല്ല, പക്ഷേ ഈ അവസരത്തിൽ നാം മുറുകെ പിടിക്കേണ്ടത് പ്രാർത്ഥന തന്നെയാണ്. ക്രിസ്മസ് ഒരു ദിവസം മാത്രമല്ല, ഒരു പ്രാർത്ഥനയാണത്. ദൈവം മനുഷ്യനെ തേടിയെത്തിയ പ്രാർത്ഥന. ബേത്ലഹേമിലെ പുൽക്കൂട്ടിൽ ശൂന്യതയുടെ നടുവിൽ ദൈവം പ്രാർത്ഥനയായി ഇറങ്ങി വന്നു. യേശുവിൻ്റെ ജനനം ഒരു കഥയല്ല, ഒരു ആഘോഷമല്ല, മറിച്ച് ദൈവം മനുഷ്യരാശിക്കായി എഴുതിയ മനോഹരമായൊരു പ്രാർത്ഥനയാണത്. ക്രിസ്മസ് നമ്മോട് പറയുന്നത് ഇതാണ്: നീ നിന്റെ ജീവിതം തന്നെ ഒരു പ്രാർത്ഥനയാക്കുക. നിന്റെ നോട്ടം, നിന്റെ വാക്ക്, നിന്റെ പ്രവൃത്തി, നിന്റെ മൗനം, നിന്റെ പുഞ്ചിരി എല്ലാം ദൈവസാന്നിധ്യത്തിന്റെ സംഗീതമാവട്ടെ. ഏവർക്കും ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു. നന്ദി. ജോബ് തൻ്റെ സ്നേഹിതന്മാർക്കു വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു.